എല്ലാവർക്കും സുരാജ് ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ 27 നക്ഷത്രങ്ങളുടെയും ദേശാസന്ധികളെ കുറിച്ചിട്ടാണ് പറയുക. അവരുടെ ജന്മസമയം അനുസരിച്ചുള്ള ദേശാസന്ധികളെ കുറിച്ചിട്ടാണ് പറയുക. അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക, ആദ്യം മുതൽ അവസാനം വരെ കാണുക. അവരോരോ നക്ഷത്രം വീട്ടുകാരുടെയൊക്കെ നക്ഷത്രമൊക്കെ നോക്കുക, ഓരോ ദേശാസന്ധികളൊക്കെ ഏതൊക്കെയാണെന്ന് നോക്കുക. നമ്മൾ ജനിക്കുന്ന സമയം തൊട്ടുള്ള ഇത്ര വർഷമാണ്, നമ്മൾ ഓരോ നക്ഷത്രത്തിന് ഇത്ര വർഷം ദേശാസന്ധികളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് പറയുക. അപ്പോൾ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യും, ഷെയർ ഒക്കെ ചെയ്യുക. അതുപോലെ തന്നെ ഫ്രീ ആയിട്ട് ജാതകമൊക്കെ നോക്കാനായിട്ട് ഇതിൻ്റെ അകത്ത് തന്നെ ലൈവ് 11 മണിക്ക് എല്ലാ ദിവസവും രാവിലെ 11 മണിക്ക് ലൈവ് ഉണ്ട്. അപ്പോൾ മെമ്പർഷിപ്പ് എടുത്ത് അതിനകത്തേക്ക് വരിക. മെമ്പർഷിപ്പ് എടുത്തവർക്കും അതിനാണ് ലൈവിലേക്ക് വരാൻ പറ്റുള്ളൂ. അവർക്ക് താല്പര്യമുള്ളവർക്ക് വാട്സാപ്പിൽ ബന്ധപ്പെടാം. രഹസ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണെങ്കിൽ വാട്സാപ്പിൽ ബന്ധപ്പെടുക. വശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെങ്കിൽ ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ ബന്ധപ്പെടാതെ, അല്ലെങ്കിൽ ഉപാസന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ചാത്തൻ, വീരഭദ്രൻ അങ്ങനെയുള്ള ദേവതകളുടെയൊക്കെ ഉപാസന, കരിനീര് ഉപാസന, ശാക്തിയ മലബാർ വിധിയിലുള്ള കർമ്മങ്ങൾ പഠിക്കാനാണെങ്കിൽ അത് ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വരിക. ചെറിയ ദക്ഷിണയൊക്കെ വെക്കേണ്ടി വരും, അങ്ങനെയുള്ളവർ വരിക. അപ്പോൾ നമുക്ക് എന്താണെങ്കിലും പൂജയാണ് പഠിക്കുമ്പോൾ ഒരു ദക്ഷിണ വെച്ച് തുടങ്ങുള്ളൂ. അപ്പോൾ ചെറുതായിട്ട് നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന ഒരു ദക്ഷിണ കൊടുത്ത് നമുക്ക് പൂജയൊക്കെ പഠിക്കാം. ഇനിയിപ്പോൾ ഓൺലൈനായിട്ട് പഠിക്കാം, വരാൻ സാധിക്കുന്നില്ലെങ്കിൽ അത് പിന്നെ എപ്പോഴെങ്കിലും വന്നിട്ട് കലശാടി പോവുക. അപ്പോൾ അങ്ങനെയുള്ള വരിക. അപ്പം പിന്നെ അതുപോലെ തന്നെ ജാതകമൊക്കെ നോക്കാനുള്ളവർ താല്പര്യമുള്ളവർ വരിക, വാട്സാപ്പിൽ ബന്ധപ്പെടുക. അപ്പം നമുക്ക് ഇന്ന് പറയാനായിട്ട് പോകുന്നത് നമ്മുടെ 27 നക്ഷത്രങ്ങളുടെയും ദശാസന്ധികളെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ ജനിച്ചു കഴിയുമ്പോൾ നമുക്ക് വരുന്ന ദശാസന്ധികളെ കുറിച്ചിട്ട് പറയാം. അപ്പോൾ അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രങ്ങൾക്ക് ദശാധിപതി ഗ്രഹങ്ങൾ ചുരുക്കത്തിലാണ് പറയുക, വലിയ ഇതിലൊന്നും പറയണില്ല, പെട്ടെന്ന് നമുക്ക് സമയം വെറുതെ കളയണ്ടല്ലോ. അപ്പോൾ ഒന്നാമത്തെ അശ്വതി നക്ഷത്രത്തിന് 7 വർഷം കേതുർദശയാണ് നടക്കുക. ജനിച്ചു കഴിഞ്ഞ് 7 വർഷം കേതുർദശ നക്ഷത്രത്തിന്. അതുപോലെ തന്നെ ഭരണി നക്ഷത്രത്തിന് ശുക്രനാണ് 20 വർഷം ശുക്രൻ. കാർത്തിക സൂര്യനാണ് 6 വർഷം. അതുപോലെ തന്നെ രോഹിണിക്ക് ചന്ദ്രൻ 10 വർഷം. പിന്നെ മകീരത്തിന് 7 വർഷം ചൊവ്വയാണ്. തിരുവാതിരയ്ക്ക് രാഹുവാണ് 18 വർഷം. പുണർദ്ധത്തിന് വ്യാഴമാണ് 16 വർഷമുള്ളത്, അതായത് വ്യാഴം എന്ന് പറഞ്ഞ ഗുരു. അതുപോലെ പൂയ നക്ഷത്രത്തിന് 19 വർഷം ശനിയാണ്. ആയില്യ നക്ഷത്രത്തിന് ബുധനാണ്, അത് ബുധൻ വരുന്നത് 17 വർഷമാണ്. അതുപോലെ തന്നെ ആയില്യത്തിനാണ് പറഞ്ഞത്, ബുധൻ 17 വർഷം. അതുപോലെ മകത്തിന് കേതുർദശയാണ് 7 വർഷം. അതുപോലെ തന്നെ പൂരത്തിന് ശുക്രദശയാണ് 20 വർഷം. ഉത്തരത്തിന് സൂര്യനാണ് 6 വർഷം. അത്ത നക്ഷത്ര ചന്ദ്രനാണ് 10 വർഷം വരിക. ചിത്ര നക്ഷത്രത്തിന് ചൊവ്വയാണ് 7 വർഷം വരിക. ചോതിക്ക് രാഹു 18 വർഷം. വിശാഖത്തിന് ഗുരുവാണ് 16 വർഷം വരിക. അതുപോലെ തന്നെ ഗുരു എന്ന് പറഞ്ഞാൽ വ്യാഴം. അനിഴ നക്ഷത്ര ശനി 19 വർഷം. തൃക്കേട്ടയ്ക്ക് ബുധൻ 17 വർഷം. മൂലത്തിന് കേതുർ ദശ 7 വർഷം. പൂരാട നക്ഷത്ര ശുക്രൻ 20 വർഷമാണ് ഉണ്ടാവുക. ഉത്രാട നക്ഷത്രം സൂര്യൻ 6 വർഷം. തിരുവോണ നക്ഷത്രം ചന്ദ്രൻ 10 വർഷം. അവിട്ട നക്ഷത്രം ചൊവ്വ 7 വർഷം. ചതയ നക്ഷത്രം രാഹു 18 വർഷം. പൂരുട്ടാതിക്ക് വ്യാഴം 16 വർഷം. ഉത്രട്ടാതിക്ക് ശനി 19 വർഷം. രേവതിക്ക് ബുധൻ 17 വർഷം. ഓക്കെ, ഇത്തരം നക്ഷത്രങ്ങൾക്ക് ഈ 27 നക്ഷത്രം ദശാസന്ധികളെ കുറിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ദശാസന്ധിയൊക്കെ ഇതനുസരിച്ചിട്ടാണ് വരിക. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള ദശകളൊക്കെ വരിക. ഓക്കെ, ഈ ദശകളൊക്കെ തിരപ്പുള്ള നടന്നുകൊണ്ടിരിക്കുന്ന ദശാസന്ധികളൊക്കെയാണ് പറയുക ഒരു നക്ഷത്രത്തിന്. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനിയിപ്പോൾ ദശാസന്ധികൾ എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളതിനെ കുറിച്ചിട്ടുള്ള ഇതൊക്കെ അടുത്ത ഇതിന് വരും. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ജാതകം ഫ്രീ ആയിട്ട് നോക്കാൻ താല്പര്യമുള്ളൂ അങ്ങനെയുള്ളവർ അങ്ങനെ വരിക. വാട്സാപ്പിലോ അല്ലെങ്കിൽ ലൈവ് ചാറ്റിലേക്ക് വരിക. ലൈവ് ചാറ്റിലേക്ക് വരും, അപ്പോൾ വിശദമായിട്ട് പറയാമല്ലോ. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം നേരുന്നു. വന്നവർക്ക് എല്ലാവരെയും ലൈവ് ചാറ്റിലേക്ക് 11 ലൈവ് ചാറ്റിലേക്ക് എല്ലാവരും ക്ഷണിക്കുന്നു. അപ്പോൾ എല്ലാവരും വരിക. എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്തേ.